ഇന്നത്തെ നമ്മളെ കഥേൻ്റെ പേരാണ് ജിംബന് പറ്റിയ പറ്റ്. നമുക്ക് ജിംബൻ ആരാന്ന് നോക്കാം. ഹയ്യടാ, ഇന്നത്തെ കാര്യം കുശാലായി. ഒരു മുട്ടൻ പൂവൻ കോഴിയെയും പിടക്കോഴിയെയും ഒരുമിച്ച് കിട്ടി. ജിംബൻ കടുവ സന്തോഷത്തോടെ നീട്ടിപ്പാടി. അപ്പം ജിംബൻ നടന്നാരാ? കടുവ. അപ്പോൾ കടുവ കാര്യമില്ല കിട്ടിയേ, ഒരു വലിയ പൂവൻ കോഴീനെയും കിട്ടി, പിടക്കോഴീനെയും കിട്ടി. അതുകൊണ്ട് കടുവ വിചാരിച്ച സന്തോഷമായി എന്നുവെച്ച് കടുവ പാട്ട് പാടലാന്നേ. അങ്ങനെ പാടുന്നറിയാം. ഹയ്യട ഹയ്യ കോളടിച്ചു ചെമ്പനാം പൂങ്കോഴിയും അവനോടൊപ്പം നല്ല പിടക്കോഴിയും ഒന്നിച്ചു വന്നു പെട്ടു. ആയിക്കോളെ. രാവിലെ ഇരതേടി ഇറങ്ങിയ ജിംബന്റെ മുന്നിൽ അറിയാതെ ചെന്ന് പെട്ടതാണ് കാട്ടുകോഴികളായ പുങ്കനും പിങ്കിയും. അല്ല, കോഴീൻ്റെ പേര് ഒന്ന് പുങ്കനും മറ്റേത് പിങ്കിയും. കടുവയുടെ പിടിയിലായ കോഴികൾ ഉറക്കെ കരഞ്ഞു. അപ്പോൾ കോഴീനെ കടുവ പിടിച്ചപ്പോൾ കോഴികൾ കരയാൻ തുടങ്ങി. കടുവേ ഞങ്ങളെ തിന്നിടല്ലേ, കുഞ്ഞുങ്ങൾ വീട്ടിൽ തനിച്ചാണേ, ചിറകുറയ്ക്കാത്തൊരു പൈതങ്ങൾക്ക് ഞങ്ങളല്ലാതാരുമില്ല. ആരുമില്ല, നമ്മളെ വിടണോ, നമ്മളെ കുട്ടികളുണ്ട് കൂട്ടിൽ, അവർക്ക് ആരും ഉണ്ടാവില്ല എന്നല്ല ഇങ്ങനെ പറയലാന്നേ. അതും പറഞ്ഞിട്ട് പൂവൻ കോഴിയും പിടക്കോഴിയും കരയലാന്ന്. കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടപ്പോൾ ജിംബന് കൂടുതൽ കൊതിയായി. ആണോ, എങ്കിൽ ഞാൻ നിങ്ങളെ വിടാം. നിങ്ങൾ പറഞ്ഞ സത്യമാണോ എന്ന് അറിയണ്ടേ, ഞാൻ നിങ്ങളുടെ വാസസ്ഥലത്തേക്ക് വരാം. അപ്പോൾ ജിംബൻ വിചാരിച്ച് കോഴിക്കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പിടക്കോഴിനെയും പൂവൻ കോഴിനെയും കോഴിക്കുട്ടികളെയും എല്ലാം പിടിക്കാമെന്ന് വിചാരിച്ച്. ജിംബൻ പറഞ്ഞ് കോഴിക്കുട്ടികൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ജിംബൻ പറഞ്ഞ് എന്നാൽ ഞാൻ നിങ്ങളെ വിടാം, എന്നിട്ട് നമുക്ക് നിങ്ങൾ നിൽക്കുന്ന വാസസ്ഥലത്ത് പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞ്. പറഞ്ഞത് അബദ്ധമാണെന്ന് കോഴികൾക്ക് തോന്നി. അപ്പോൾ കോഴി വിചാരിച്ചു അയ്യോ പറയണ്ടേനും, കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനെയും കൂടി പിടിച്ചളയൂല്ലേ, പറയണ്ടേനും അബദ്ധമാണ് പറഞ്ഞെന്ന് തോന്നിയേ. ഇനി ഈ ദുഷ്ടൻ കുഞ്ഞുങ്ങളെയും ബാക്കി വെക്കില്ല, അവർ സങ്കടത്തോടെ വിചാരിച്ചു. കണ്ട ആ ദുഷ്ടൻ കടുവന് കുഞ്ഞുങ്ങളെയും കൂടെ കൊന്നു കളയല്ലോ, അതിനെയും കൂടെ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോഴികളിങ്ങനെ വിചാരിച്ചിരിക്കുവാന്നേ. ഇതൊക്കെ കണ്ട് മരക്കൊമ്പിൽ വിവേകശാലിയായ മിങ്കൻ കുരങ്ങൻ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല ബുദ്ധിയുള്ളൊരു കുരങ്ങനുണ്ട്. കുരങ്ങൻ്റെ പേര് മിങ്കൻ. മിങ്കൻ ഇങ്ങനെ മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ടേ. കടുവച്ചാരെ, കാണുന്ന മൈതാനത്തിനപ്പുറം മാൻകൂട്ടം മേയുന്നുണ്ട്, ഓടിച്ചെന്നാൽ അവരെ കൂടി പിടിക്കാം, ശബ്ദമുണ്ടാക്കാതെ ഓടണമെന്ന് മാത്രം. കുരങ്ങച്ചൻ പറഞ്ഞത് മണ്ടച്ചാരായ കടുവ വിശ്വസിച്ചു. അപ്പോൾ എന്ത് ചെയ്ത് കടുവേനോട് പറഞ്ഞേ, അതാ അവിടെ കുറേ മാനുണ്ട്, ഇങ്ങനെ പുല്ല് നിന്ന് മേഞ്ഞ് നടക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ പതിയെ പതിയെ പോയിട്ട് ഓടിപ്പോയിട്ട് അവരെ പിടിച്ചോ, ഒച്ചയില്ലാണ്ട് പോടുമെന്ന് പറഞ്ഞ്. എങ്കിൽ ശരി, പക്ഷേ ഈ കോഴികളെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജിംബൻ കടുവ ഓടി. അപ്പോൾ ജിംബൻ കടുവ പറഞ്ഞ് മാനിനെ കിട്ടുമെല്ലാം ചെയ്യുമായിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, ഈ കോഴീനെ ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ജിംബൻ എന്ത് ചെയ്തു, ഈ കോഴീനെ പിടിച്ചിട്ട് അങ്ങനെ ഓടി. ഓടുന്ന വഴിയിൽ വലിയൊരു കുഴി ഉണ്ടായിരുന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. ഓടുന്ന വഴിയിൽ എന്തുണ്ട്, വലിയൊരു കുഴിയുണ്ട്. കുറുക്കാനല്ല, കുരങ്ങൻ അതിൽ പറ്റിക്കണ്ടിട്ടാണ് അതിലെ കൂടി പോകാൻ പറഞ്ഞേ. കടുവയല്ലേ. അപ്പോൾ കടുവ എന്ത് ചെയ്ത് ഓടുന്ന വഴിയിൽ വലിയ കുഴിയുള്ളെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. കടുവ കുഴിയിലേക്ക് കമിഴ്ന്നടിച്ച് വീണു. വീഴ്ചയിൽ കോഴികൾ രണ്ടും ജിംബന്റെ കൈ വിട്ടുപോയി. അപ്പോൾ എന്ത് ചെയ്ത് കടുവ എന്ത് ചെയ്ത് ഇങ്ങനെ ഓടുമ്പോൾ കോഴീനെപ്പാട് കൈ വിട്ടുപോയി. ജിംബൻ ഒരൊറ്റ വീഴല്ലേ കുഴിയിൽ. അപ്പോൾ കോഴി എന്ത് ചെയ്ത് അവർ രണ്ടുപേരും രക്ഷപ്പെട്ട് ദൂരേക്ക് പോയി. കോഴികൾ രണ്ടാളും രക്ഷപ്പെട്ടു പോയി. കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ടു. നിരാശനായ ജിംബൻ കടുവ എങ്ങനെയൊക്കെയോ കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറി. തൻ്റെ അത്യാഗ്രഹമാണ് ഇതിനെല്ലാം കാരണമെന്ന് കടുവയ്ക്ക് മനസ്സിലായി. കണ്ട, അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല അല്ലേ. കോഴീനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴീനെ മാത്രം മതി എന്ന് വിചാരിച്ചാൽ പോരേനുവാ. അന്നേരം വിചാരിച്ച് അതിൻ്റെ കുട്ടികളെയും വേണമെന്ന് വിചാരിച്ചല്ലേ, പിന്നെ വിചാരിച്ച് മാനിനെയും വേണമെന്ന് വിചാരിച്ച. അങ്ങനെ അത്യാഗ്രഹം കാണിക്കുന്ന എപ്പോഴും ആപത്താണ് അല്ലേ. ഇപ്പൊ കഥ നന്നാ മനസ്സിലായേ, ഒന്നിനും അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല അല്ലേ. കുരങ്ങനും നല്ല ഐഡിയ ഉള്ളതുകൊണ്ട് കോഴി രക്ഷപ്പെട്ടല്ലേ.